Ladies and gentlemen, Bad Boys Ride or Die. Will Smith, Martin Lawrence yet again നാലാമത്തെ തവണ വന്നിരിക്കുകയാണ് to fight crime. Directed by, ഞാൻ വന്നത് ആദ്യം നോക്കിയ സാധനം ഇതാണ്. Directed by ആദിൽ ഇറാബി ആൻഡ് ബിലാൽ ഫല എന്ന് പറയുന്ന രണ്ട് പേരാണ്. കഴിഞ്ഞ ബാഡ് ബോയ്സ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഫിലിം 2020 വന്ന പടം അവരാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. മിസ് മാർവലിൻ്റെ ഡയറക്ടേഴ്സാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ ബേ എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ രണ്ട് കിടിലം പടമാണ്. വൺ ഓഫ് ദ ബെസ്റ്റാണ് ബാഡ് ബോയ്സ് 1ഉം ബാഡ് ബോയ്സ് 2. ബാഡ് ബോയ്സ് 2 എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ചില ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും ചില ക്യാമറ ആംഗിൾസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ബിക്കോസ് ആ കാലഘട്ടത്തിൽ ആ പടം വർക്കാവും. മനസ്സിലായില്ല, ഒരു രണ്ട് കോപ്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പുകളും അവർ ഡ്രഗ്സ് കാർട്ടൽസിനെയൊക്കെ എതിരെ പോരാടുന്നതിനെയൊക്കെയുള്ള ഒരു സാധനം അന്ത കാലഘട്ടത്തിൽ അത് വർക്കാവും. അത് വർക്കായത് കൊണ്ടാണ് ആ ഒരു ഫ്രാഞ്ചൈസിക്ക് അത്രയും ഫാൻസ്. മൈക്കിൾ ബേ എന്തുകൊണ്ട് മൂന്നാമത്തെ ഫിലിം എടുത്തില്ല എന്നുള്ളത് നമുക്കൊരു ചോദ്യമാണ്. അത് സത്യം പറഞ്ഞ് എന്നാൽ മൈക്കിൾ ബേ ഈ സിനിമയിൽ ചെറിയൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. മൈക്കിൾ ബേ ഉണ്ട്, നമ്മുടെ ഉണ്ട്, ക്യാബി ഉണ്ട്, DJ ഖാലിദ് ഉണ്ട്, മറ്റേ ഉപദേശി ഉണ്ടല്ലോ, പ്രേമത്തിൻ്റെ ഉപദേശം പറയണ മറ്റേ ജയ് ഷെട്ടി, അവനുണ്ട്. ഈ പടം എന്തിനാണ് എടുത്തതെന്നാണ് എൻ്റെ ചോദ്യം ഇതാണ്. അതായത് എന്തിന് നിങ്ങൾക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പറയാനില്ലെങ്കിൽ എന്തിനാണ് സിനിമ എടുക്കുന്നത്? വിൽ സ്മിത്തിൻ്റെ ഡേറ്റ്സ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ വിൽ സ്മിത്ത് വരും, നിങ്ങളെ വിളിച്ചാൽ വരും എന്നുള്ള ഇത് വെച്ചിട്ടാടായി. ഈ സിനിമയിൽ ആകെ കൊള്ളാവുന്നത് മാർട്ടിൻ ലോറൻസിൻ്റെ കുറച്ച് സീനുകളും കുറച്ച് തമാശകളും, അത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫൈറ്റ് സീക്വൻസസിൽ കൊണ്ടുവന്നിരിക്കുന്ന ചില ക്യാമറ ആംഗിൾസ്, അല്ലെങ്കിൽ ആ ഷോട്ട് നമ്മളിങ്ങനെ പറയും കിട്ടില്ല ഷോട്ടായിരുന്നു, നമ്മളിങ്ങനെ പറയുന്ന സാധനം പോലത്തെ 2-3 സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസസിലാണ് അതും. പിന്നെ അതുപോലെ ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഡ് ബോയ്സ് 2-ലാണെന്ന് തോന്നുന്നു, മറ്റേ മാർട്ടിൻ ലോറൻസിൻ്റെ മോളെ ഡേറ്റ് ചെയ്യാനായിട്ടൊരു പയ്യൻ വരും, ഒരു അപ്പാവി ചെറുകെ, അവനെ റാഗ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അറിയാവുന്നൊരു സീനാണത്. അവൻ വലുതായി അവൻ്റെ ഒരു സീനുണ്ട്, അത് കിടിലമായിരുന്നു. എനിക്ക് ഒരു പക്ഷേ നമ്മൾ ആ പഴയ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്, അവൻ എന്തൊരു പാവമായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു റഷ് കിട്ടും. അത് അടിപൊളിയായിരുന്നു. ആ ഒരു സീക്വൻസാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരുത്തനെ കാണിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരും അവനാണ് വില്ലൻ, അവനെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിനിമ ഇതൊക്കെ ഒരു എത്രയോ വർഷം ബാക്കിൽ പോയി കണ്ടതുപോലത്തെ ഒരു ഫീലിംഗ് ഇടയിൽ ഉള്ളത് പറയാലോ. എനിക്ക് ബോറടിച്ച് നമ്മളെ സ്റ്റോറിയിലോട്ട് ഇന്നാവുന്നില്ല. നമുക്ക് വിൽ സ്മിത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വരുന്നുണ്ട് നമ്മൾ, പക്ഷേ അതൊന്നും കണക്റ്റ് ആവുന്നില്ല. വിൽ സ്മിത്തിന് അങ്ങനെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നണം, അല്ലെങ്കിൽ വിൽ സ്മിത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ആ ഒരു ക്യാരക്ടർ പുള്ളി അതിൽ നിന്നൊക്കെ തിരിച്ച് വരുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യണം. ഇതെല്ലാം സ്ട്രിക്ട്ലി എൻ്റെ ഇതാണ് കേട്ടോ, എനിക്ക് ഇതൊന്നും തോന്നിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് വെരി ടിപ്പിക്കൽ ക്ലീഷേ പടം. ഒന്നെങ്കിൽ ബഡ്ജറ്റ് അമ്മാതിരി ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പിടുത്തം എവിടെയൊക്കെയോ കാണുന്നുണ്ട്. VFX-ലായിക്കോട്ടെ അത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഞാൻ കണ്ടടേ ഒരുമാതിരി ഭയങ്കരമായിട്ട് എവിടെയൊക്കെയോ എനിക്കറിയണം. എനിക്കിപ്പോൾ വിൽ സ്മിത്തിൻ്റെ ഫാൻ ഇത് പോയോ എനിക്കറിയില്ല. കാശ് ഇറക്കിയിട്ടില്ലെന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ കാശില്ലായ്മ ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഗോഡ്സില എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ $25 മില്യൺ അങ്ങനെ എന്താണ് ആ പടം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിൻ്റെ ഇതും കൂടെ അഭിപ്രായം കൂടെ പറയാം. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കറൻ്റ്ലി ഗോഡ്സില -1 എന്ന് പറയുന്ന ഫിലിം നടക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്, എല്ലാവരും തള്ളിയായിരുന്നു. എല്ലാവരും എന്തൊരു പടോടെ, മസ്റ്റ് വാച്ചടേ, IMAX-ൽ സൂപ്പറടേ, ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയടേ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഒരുമാതിരി എൻ്റെ ഇതാണ് ട്വിറ്ററിൽ റിലീസ് ചെയ്യോടെ, PVR എന്തെങ്കിലും ചെയ്യടേ, ഷെനോയിസ് തിയേറ്ററെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന അവസാനം എന്തോ ഭാഗ്യത്തിന് നെറ്റ്ഫ്ലിക്സ് അത് കൊണ്ടുവന്നു. ഞാൻ ഞെട്ടി. ഞാൻ അന്ന് തന്നെ ആ നിമിഷം തന്നെ ഇരുന്ന് കണ്ട് കിടിലം പടം. ക്ലാസ് സിനിമ. അതായത് ഗോഡ്സില എന്ന് പറയുന്ന നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാവുന്ന ഗോഡ്സില എന്ന് പറഞ്ഞാൽ കിങ് കോങ്ങുമായിട്ട് മറ്റേ ടാക് ടീമിൽ ആളിയാ നമുക്ക് പോയി അടി കൊടുക്കുക എന്ന് പറഞ്ഞ സാധനമാണ്. അതല്ല,
ഗോഡ്സില ഈസ് ലൈക്ക് ഗോഡ്സില ജപ്പാൻകാർക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ്. അവർ വേൾഡ് വാർ 2 റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഗോഡ്സിലയാണ്. ഒരുപാട് മെറ്റഫേഴ്സ് ഉണ്ട് ഗോഡ്സിലെ അവർ കാണുന്ന രീതി. അവരൊരിക്കലും ഗോഡ്സിലെ ഒരു സേവിയറായിട്ട് കണ്ടിട്ടേ ഇല്ല. ഹിറ്റ്സ് ഒരു മറ്റേ നമ്മുടെ ഈ ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും നടന്ന ആ ഒരു ന്യൂക്ലിയർ ഇതിൻ്റെ അബോമിനേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് അവർ ഇമാജിൻ ചെയ്ത, അതെങ്കിൽ ദേ റെപ്രസെൻറ്റ് ദാറ്റ് ഗോഡ്സില ആസ് എ ന്യൂക്ലിയർ വെപ്പൺ, അല്ലെങ്കിൽ ഏതൊരു അവർക്ക് എനിമി എന്നുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ഒരു സാധനമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഗോഡ്സിലെ പറ്റി പറയാനാണെങ്കിൽ. അവരെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഗോഡ്സില എന്ന് കിട്ടലായിട്ട് എടുത്തിട്ടുണ്ട്. മനുഷ്യർ ഒന്നിച്ച് നിന്നാൽ അതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജും ഗംഭീരമായിട്ട് ഇതിൽ ഹ്യൂമൻ ആ മനുഷ്യർ തമ്മിലുള്ള നമുക്കൊരു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വി ഫീൽ ഫോർ ദോസ് ക്യാരക്ടേഴ്സ്, ഹ്യൂമൻ ക്യാരക്ടേഴ്സ്. നമുക്ക് ഗോഡ്സില വന്ന് മറ്റേ തല്ലിപ്പൊളിക്കുന്ന പരിപാടി മാത്രമല്ലാതെ ആ മനുഷ്യർ സേഫാണോ, അല്ലെങ്കിൽ അവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സാധനത്തിൽ സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി എടുത്ത് പറയാനേ പറ്റത്തുള്ളൂ. അതിൽ പെർഫോം ചെയ്തവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് എ ലിമിറ്റഡ് ബഡ്ജറ്റ് അവർ ഗംഭീരമായിട്ട് VFX ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചില സീക്വൻസസ് ഒക്കെ ഫ്രീക്കിംഗ് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഞാൻ പറയും, ഇതിൻ്റെ ബഡ്ജറ്റ് കാണുമ്പോൾ നമുക്ക് ആ ബഡ്ജറ്റിൽ ഇവർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ഞെട്ടലുണ്ട്. എല്ലാവരും പറയുന്നത് എന്തോ 90s യൂസ് ചെയ്ത് VFX പരിപാടികളൊക്കെയാണ് വെച്ചിട്ടാണ് അവരിത് ചെയ്തേക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ആസ് എ മൂവി ഇറ്റ് വാസ് മാസ്റ്റർ ക്ലാസ്. ഗംഭീര പടം, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ മിസ്സായതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ബിക്കോസ് ഇത്രയും കിടിലം പടം ഇറ്റ് ഡിമാൻഡ്സ് എ തിയേറ്റർ, അല്ലെങ്കിൽ ഒരു IMAX സ്ക്രീനിൽ കാണേണ്ട ഐറ്റമായിരുന്നു. എസ്പെഷ്യലി ചില സീക്വൻസസ് ഒക്കെ കിടിലമായിരുന്നു. അവസാനത്തെ സീനൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആകെ ഇനി ഞാൻ ഇതിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഒരു ബിൽഡിംഗ് പൊട്ടിത്തെറിക്കുന്ന സമയത്തൊക്കെ ബിൽഡിംഗ് പൊട്ടുന്നു, അതിൻ്റെ മറ്റേ ഡെബ്രീസും കാര്യങ്ങളൊന്നും ഇടുകയോ അങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് പരിപാടിയിൽ ഇവർ കുറച്ച് അത് മിസ്സായി പോയതാണോ എന്താണെന്നറിയാം. പക്ഷേ ഡീറ്റെയിലിങ് കുറച്ച് ശോകമായി പോയി. പിന്നെ ഞാൻ പറയാം, ആ ബഡ്ജറ്റിൽ അവർ അത് അത്രയും ചെയ്തതിൽ ഭയങ്കര സംഭവം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്. കിടിലം പടം. ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇറക്കേണ്ടത്. എനിവേയ്സ്, ബാഡ് ബോയ്സ് കണ്ടവരാണെങ്കിലും ഗോഡ്സില കണ്ടവരാണെങ്കിലും നിങ്ങളുടെ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നമുക്ക് 1 മില്യൺ ആക്കണം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാഡ് ബോയ്സ് വാസ്